സിനിമാ ചിത്രീകരണങ്ങളുടെ പ്രിയ ലൊക്കേഷനായ ഇടുക്കിയിലെ മലങ്കര ജലാശയം ഇപ്പോൾ മാലിന്യ ഭീഷണിയിൽ. ചിത്രീകരണത്തിന് ശേഷം സിനിമാ പ്രവർത്തകർ ഉപേക്ഷിച്ചു പോയ ടൺ കണക്കിന് പ്ലാസ്റ്റിക് നിർമ്മാണാവശിഷ്ടങ്ങളാണ് പരിസ്ഥിതിക്കും കുടിവെള്ള പദ്ധതികൾക്കും തിരിച്ചടിയാകുന്നത്. അധികൃതരുടെ അനാസ്ഥയ്ക്കെതിരെ നാട്ടുകാരുടെ പ്രതിഷേധം ശക്തമാവുകയാണ്. മലയാള സിനിമയുടെ ഭാഗ്യ ലൊക്കേഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന മലങ്കര ഡാമും പരിസരവുമാണ് ഇന്ന് ഇത്തരത്തിൽ മാലിന്യക്കടലായി മാറിയിരിക്കുന്നത്. പച്ചപ്പ് നിറഞ്ഞ മലനിരകൾക്ക് പകരം ഇന്നിവിടെ കാണാനാവുന്നത് ആസ്ബറ്റോസ് ഷീറ്റുകളും തെർമോക്കോളുകളും സിമന്റ് അവശിഷ്ടങ്ങളുമാണ്. നൂറുകണക്കിന് സിനിമകൾക്ക് പശ്ചാത്തലമായ ഈ മനോഹര തീരം സമീപകാലത്ത് നടന്ന ചിത്രീകരണങ്ങൾക്ക് ശേഷം കൃത്യമായി വൃത്തിയാക്കാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം. സ്ഥലം പഞ്ചായത്തിന്റെ നേരിട്ടുള്ള ഉടമസ്ഥതയിലല്ലാത്തതിനാൽ ഇടപെടുന്നതിന് ചില പരിമിതികളുണ്ടെന്ന് കുടയത്തൂർ പഞ്ചായത്ത് അധികൃതർ പറഞ്ഞു. എങ്കിലും ഈ വിഷയം അതീവ ഗൗരവകരമാണ്. മാലിന്യം അടിയന്തരമായി നീക്കം ചെയ്യണമെന്നാവശ്യപ്പെട്ട് MVIPക്ക് കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. MVIPയുടെ സ്ഥലത്താണ് ഈ ഷൂട്ടിംഗ് നടക്കുന്നത്. അവിടെയാണ് ഈ വേസ്റ്റ് ഇട്ടിരിക്കുന്നത്. ആ വേസ്റ്റ് ഇട്ടിരിക്കുന്ന വിഷയം നമ്മുടെ മെമ്പർമാർ തന്നെ പഞ്ചായത്ത് കമ്മിറ്റിയിൽ ഉന്നയിക്കുകയും കഴിഞ്ഞ 16-ാം തീയതി നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ഈ വിഷയം ചർച്ച ചെയ്യുകയും അന്ന് തന്നെ നമ്മൾ MEPയിലേക്ക് വിളിച്ചിരുന്നു. അപ്പം അവർ അത് നീക്കം ചെയ്തോളാം എന്നാണ് പറഞ്ഞിരുന്നതെങ്കിലും ഇതുവരെ നീക്കം ചെയ്തിട്ടില്ല. ഇന്ന് ഞങ്ങൾ മെയിൽ അയച്ചിട്ടുമുണ്ട്. അത് പഞ്ചായത്തുമായിട്ട് യാതൊരു ഉടമ്പടിയുമുള്ള കാര്യമല്ല. ലക്ഷക്കണക്കിന് ആളുകൾ കുടിവെള്ളത്തിനായി ആശ്രയിക്കുന്ന പദ്ധതികളെപ്പോലും ബാധിക്കുന്ന തരത്തിലാണ് മാലിന്യങ്ങൾ വെള്ളത്തിലേക്ക് ഒഴുകുന്നത്. ജിപ്സവും പ്ലാസ്റ്റിക്കും ഉൾപ്പെടെയുള്ളവ ജലാശയത്തിൽ കലരുന്നത് വലിയ ആരോഗ്യ പ്രശ്നങ്ങൾക്കും വഴിവെക്കും. നേരത്തെ മാലിന്യത്തിന്റെ ഒരു ഭാഗം ഇവിടെ വെച്ച് തന്നെ കത്തിച്ചതായും ആരോപണമുണ്ട്. സിനിമാ ചിത്രീകരണത്തിന് ഭൂമി വിട്ടു നൽകുമ്പോൾ കൃത്യമായ നിബന്ധനകളോടെയുള്ള കരാറുകൾ ഉണ്ടാക്കാത്തതാണ് ഇത്തരം പ്രതിസന്ധികൾക്ക് പ്രധാന കാരണമെന്ന ആക്ഷേപം ശക്തമാണ്. മാലിന്യം അവിടെ തന്നെ ഉപേക്ഷിച്ചു പോകുന്നത് പതിവായിരിക്കുകയാണ്. സർക്കാർ വകുപ്പുകളുടെ ഏകോപിതമായ നടപടി ഇവിടെ അടിയന്തരമായി ഉണ്ടായേ തീരുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 വകുപ്പുകളുടെ അധീനതയിലാണ് ഈ ഭൂമിയുള്ളത്. ഒന്ന് ജലവിഭവ വകുപ്പ്, രണ്ടാമത് വനം വകുപ്പ്. ഇവിടെ നിരവധി സിനിമാ ഷൂട്ടിങ്ങുകളും മറ്റു പ്രവർത്തനങ്ങളും നടക്കാറുണ്ട്. അവിടെ വരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ എങ്ങനെ ഇതിന് ശേഷം നിർമ്മാർജ്ജനം ചെയ്യുന്ന ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻ്റ് ഉദ്യോഗസ്ഥൻ ആദ്യം തന്നെ വിവരിക്കണം. അതിനുള്ള എഗ്രിമെൻ്റ് വേണം, ബോർഡും വെപ്പിക്കണം. പ്രകൃതി ഭംഗി നുകരാനെത്തുന്ന സഞ്ചാരികളെയും കുടിവെള്ളത്തിനായി ജലാശയത്തെ ആശ്രയിക്കുന്ന സാധാരണക്കാരെയും ഒരുപോലെ വെല്ലുവിളിക്കുകയാണ് ഈ മാലിന്യ കൂമ്പാരം. എത്രയും വേഗം ഈ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്ത മലങ്കരയുടെ സ്വാഭാവിക ഭംഗി വീണ്ടെടുത്തില്ലെങ്കിൽ വരും ദിവസങ്ങളിൽ ശക്തമായ ജനകീയ പ്രക്ഷോഭത്തിനാണ് നാട് സാക്ഷ്യം വഹിക്കുക. സിറ്റി വിഷൻ, തൊടുപുഴ.